ഒരു ഫാഷനും ഇല്ലാത്തരത്തിനെ വിളിച്ചിട്ട് പറ്റിയ സ്ഥലത്ത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് പ്ലേസ്. പാൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ സിബ് ഇട്ടിട്ടുണ്ടോന്ന് മാത്രം നോക്കും, അല്ലാതെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. എനിക്കെപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുക, പേഴ്സ് പോലും കൊണ്ട് നടക്കാൻ താല്പര്യമില്ല. കാരണം ചുമ്മാ കൈയും വീശി നടക്കണം, അതൊക്കെയാണ് ആഗ്രഹം. എന്തൊക്കെ കട്ട് ചെയ്താലും ഇത് കട്ട് ചെയ്യില്ല, കാരണം അവരാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കോട്ട് ഞാനിതുവരെ ഇട്ടിട്ടില്ല. കോട്ട് ഇടുന്നത് മോശമെന്നല്ല, ഞാനിതുവരെ കോട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കാം. പൊട്ടണമെന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. ഇത് നന്നാവണമെന്നുള്ള രീതിയിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ഹായ് ഹലോ, ഇത് നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ പുതിയൊരു സെഗ്മെൻ്റാണ് മെൻ ഇൻ ഫാഷൻ. ആൻഡ് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് അതെനിക്കറിയാം, നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ വെരി ഓൺ സിജുവിൽ നിന്നാണ്. ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഇങ്ങളെ തന്നെ കിട്ടിയതിൽ. സോ പറയാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം പരാക്രമം അടുത്ത പടം ഇപ്പോൾ റിലീസാവുന്നു, അതിൻ്റെ പരിപാടികളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഈ മെൻ ഇൻ ഫാഷൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരാളെയാണ് തുടക്കം കിട്ടിയെന്ന് തോന്നുന്നു. കാര്യം സൈമയിൽ പോയപ്പോൾ ഞാൻ ഇതല്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് ആദ്യം ചോദിക്കണമെന്ന് തോന്നി. സൈമയിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, കോട്ടിടാതെ ഒരു സൈമ അവാർഡ്സ് അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ആൻഡ് അതിൽ നന്ദി പറഞ്ഞിരിക്കുന്ന അശ്വതി ചേച്ചി, എനിക്ക് തോന്നുന്നു വിപിൻ ചേട്ടൻ്റെ വൈഫ് അശ്വതി ചേച്ചിക്കും, പിന്നെ തൊപ്പിയുടെ ക്രെഡിറ്റ്സ് കൊടുത്തിരിക്കുന്നത് ബേസിലായിട്ടാണ്. അപ്പൊ ആ ഒരു അറ്റയറിനെ പറ്റി തന്നെ ഇത് എനിക്ക് മനസ്സിലായി പറയൂ. അപ്പൊ സൈമയിൽ പോയപ്പോ എന്താണ് അങ്ങനെ ഒരു അറ്റയർ ചൂസ് ചെയ്തത്? ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഞാനിതുവരെ ഇട്ടിട്ടില്ല. കോട്ട് ഇടുന്നത് മോശമെന്നല്ല, ഞാനിതുവരെ കോട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കാം. അപ്പം ഞാനെപ്പോഴും നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. അപ്പം ഞാനപ്പം അശ്വതി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്ത് പരിപാടി ഇപ്രാവശ്യം? അശ്വതി ചേച്ചി ആണെങ്കിൽ മറ്റേ കുർത്ത വേറെ പരിപാടി, ഞാനുമായിട്ട് ഒരു തരത്തിലും ബന്ധം വരുത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എപ്പോഴും ടീഷർട്ട് അടിക്കുമ്പം കുൽസിതമൊന്നും അതൊക്കെ ചേച്ചിയാണ് ചെയ്യുന്നത്. സ്പൈഡർമാൻ, ഓടക്കുള്ളിൽ അതൊന്നും ചേച്ചിയുടെ ഇതിലുള്ള അല്ല. അപ്പം അതൊക്കെ ചെയ്തത് ചേച്ചിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം അപ്പോഴാണ് ഞാൻ പറഞ്ഞ, ചേച്ചി നമുക്ക് മുണ്ടിനകത്ത് ഒരു പരിപാടി ചെയ്യാം. അപ്പം ആദ്യം മുണ്ടിടാം, ഓണമൊക്കെയാണ്. അപ്പം ഞാൻ മുണ്ടെല്ലാവരും ഇടും. അപ്പം എന്നാൽ പിന്നെ കളർ മുണ്ട് പിടിക്കാം. അങ്ങനെയാണ് കളർ മുണ്ടും ഷർട്ടും സെറ്റ് ചെയ്യുന്നത്. അപ്പം തൊപ്പി, അപ്പം ഞാനപ്പം ഇങ്ങനെ തൊപ്പിയില്ല. അപ്പം ബേസിലേട്ടൻ, അപ്പം ഞാൻ മരണമാസന്റെ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ബേസിലേട്ടൻ ഒരു തൊപ്പി വെച്ചോണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന അശ്വതി ചേച്ചിയും അത് സ്റ്റൈലാക്കിയിട്ടിരിക്കുന്നത് മായനും അവരാണ്. അപ്പം അവൻ പറഞ്ഞു ബേസിലേട്ടൻ്റെ തൊപ്പി കൊള്ളാന്ന്. അപ്പം ഞാൻ നൈസായിട്ട് ചോദിച്ചു തൊപ്പി. അപ്പം തന്നു. ബേസിലേട്ടൻ പറഞ്ഞു, പിന്നെ അത് തിരിച്ച് നീ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അത് തന്നെയാണ് ഈ വെച്ചിരിക്കുന്നത്. അതെ. പിന്നെ അത് ഇട്ടുകൊണ്ട് പോയി. പിന്നെ അവിടെ ചെന്നിട്ടാണത് പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നത്. എനിക്ക് മുണ്ടെടുക്കാൻ അറിയാം, കയ്യിൽ കൊടുക്കും, പക്ഷെ മുണ്ട് ഭയങ്കര മറ്റേ ഈ കസവൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൺലൈനിൽ ഇരുന്നിട്ട് ഇവന്മാർ തന്നെയാണ് കോസ്റ്റ്യൂം, അത് ഇങ്ങോട്ട് പിടി, അതങ്ങോട്ട് പിടി, എഴുതിയതിൽ അതും ഉണ്ടല്ലോ, ഓൺലൈനിലായിട്ട് മുണ്ട് ഉടുപ്പിക്കാൻ പഠിപ്പിച്ചു. പറയൂ, ആ അറ്റയറിട്ട് അവിടെ പോയപ്പോഴുള്ള ഒരു ഫീൽ. സൈമ എന്തായിരുന്നു ഒരു ഫീൽ? സൈമ ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. സൈമ എന്ന് വെച്ച് കഴിഞ്ഞാല് ടിവിയിലൊക്കെ കാണുന്നുണ്ട്, അവാർഡ് മേടിക്കുന്നുണ്ട്, എല്ലാവരും ഇംഗ്ലീഷ് സ്പീച്ച് നടത്തുന്നുണ്ട്, ഭയങ്കര ബഹളം. അപ്പൊ അങ്ങനെ പരിപാടിയിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ഞാൻ ചെന്നു കയറി. അപ്പം ഇതിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് എല്ലാവരും എന്നെ നോക്കി, പെട്ടെന്ന് നോക്കി. അത് അപ്പൊ എനിക്കൊരു ഇത് പാളിയോ, എനിക്കൊരു കൺഫ്യൂഷൻ എല്ലാവരും. അപ്പം ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കിനും കുറേ പേര് വന്നങ്ങ് ഫോട്ടോ എടുക്കുക, ഹിന്ദിക്കാരൊക്കെ, എന്നെ അറിയത്തുപോലും ഇല്ല. അപ്പൊ ഇവര് നോക്കി ഈ കോസ്റ്റ്യൂം കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഇവന്റെ ഏതോ വലിയ ആള്, പെരിയ നടിക്കാർ. കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നു, കുറെ ഹിന്ദിക്കാര് എന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം പേരൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം, പരിപാടി കൊള്ളാം. പിന്നെ മലയാളീസ്, പിന്നെ ആൾക്കാരൊക്കെ നമ്മൾ ഓൾറെഡി അറിയാം അവര്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ നേരെ പിന്നെ റെഡ് കാർപ്പറ്റിനകത്തൂടെ ഒക്കെ നടന്നു നോക്കാണ്ട് പോകണമാണ്. അപ്പൊ പോയപ്പം എല്ലാവരും ഇത് തന്നെ കോസ്റ്റ്യൂമാരാണ് ചെയ്തത്. ഭയങ്കര ഫാൻസ് ആയിരുന്നു ആ കോസ്റ്റ്യൂമിന്. അതിനുശേഷം അശ്വതി ചേച്ചിയുടെ അടുത്ത് തന്നെ ഈ
ഇതേ മുണ്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു പയ്യന് കിഡ്സ് വിഭാഗം ഫാഷൻ ഷോയ്ക്ക് ഏഷ്യയിൽ അങ്ങാണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേ മുണ്ട് ഷർട്ട് വേറാണ്, ഇതേ മുണ്ട് ഇതേ ഡിസൈൻ ചെയ്യിപ്പിച്ച്. ആരെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ട് അതിനൊരു കമന്റ് പറഞ്ഞതോ ഫോട്ടോ കണ്ടിട്ടോ നീ ഇങ്ങനെയാണോ പോയത്? ചൂടാനണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ചൂടാനണിച്ചേട്ടൻ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എല്ലാരും ഭയങ്കര ഇത് അപ്പൊ നീ മറ്റേ വേറൊരു മോഡ് പിടിച്ചത് ഭയങ്കര, പലരും വന്ന ആ മോഡിലാണ് എല്ലാരും എടുത്തത്. എല്ലാരും ഭയങ്കര ജുബ്ബ ഇടുന്നവര്, കുർത്ത ഇടുന്നവര്, ട്രഡീഷൻ പിടിച്ച് വന്നവര്, കോട്ട് ഇട്ടവര്. ആ സമയത്ത് നോക്കിയപ്പോ അപ്പം അന്നപ്പോഴും സ്റ്റേജിൽ കയറിയപ്പോഴും ആങ്കർ പറഞ്ഞത് മുണ്ടിനെ പറ്റിയാണ് ഡിസ്കഷൻ തന്നെ ആദ്യം തുടങ്ങുന്നത്. അതെ, അതിനെ പറ്റിയാണ്. ഭയങ്കര സന്തോഷം, നമ്മളൊക്കെ തന്നെ ചെയ്തൊരു സാധനം അവര് തന്നെ പറയുന്നത്. കിടക്കാച്ചി സ്പീച്ചും ലാസ്റ്റ് ഒരു ഡയലോഗും അടിപൊളിയായിരുന്നു. കണ്ടിരുന്നു. നൈസ്. ഇനി ഒരുപാട് സൈമ അവാർഡ്സിൽ പോവാനും ഇതുപോലെ അടിപൊളിയായിട്ടും ഇത് ചെയ്യാനും അവാർഡ് വാങ്ങിക്കാനും ഒക്കെ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വിഷസ്. സോ ഇനി കമ്മിങ് ബാക്ക് ടു ഫാഷൻ, കാഷ്വൽസ് ആണോ ഫോർമൽസ് ആണോ കൂടുതലും? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈലിയും പിന്നെ ഷർട്ട് ടീഷർട്ടാണ്. അതാകുമ്പോൾ തേക്കൊന്നും വേണ്ട, അതാണ് കംഫർട്ട് ഡ്രസ്. എന്നുവെച്ചാൽ ഇത് എനിക്ക് ഇങ്ങനെ തേച്ച് അങ്ങനെ ഭയങ്കര മടിയാണോ, എനിക്ക് ഭയങ്കര എപ്പോഴും പെട്ടെന്ന് എടുത്ത് എടുക്കുക പോവാ, അത്രേ ഉള്ളൂ. ആ ഒരു മോഡാണ്. അതപ്പം എപ്പോഴും കൈലിയായിരിക്കും. അതൊരു പച്ച കൈലിയും കാണാം. ഒരു 3 കളറേ ഉള്ളൂ, ഒരു പച്ച, റോസ്, ഒരു ബ്ലാക്ക്. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു 3 കളർ എടുത്തേക്കുന്നത്. ആ ഒരു കൈലിയും കാണും, ടീഷർട്ടും ആയിരിക്കും കൂടുതൽ. ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളത് പ്രശ്നം തേക്കണം, അത് തേക്കാനൊക്കെ കൊണ്ട് സമയം പോവും. അതുകൊണ്ട് എപ്പോഴും ഇതാണ് കംഫർട്ട് ഡ്രസ്. ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ മാത്രം നമ്മള് ചിരന്ന് ഷർട്ട്, അത് പിന്നെ ഓൾറെഡി ഞാൻ 2-3 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങും കൊടുക്കത്തുമില്ല. അപ്പൊ അതെടുത്തിടും, സാഹചര്യങ്ങളിൽ വേണ്ടി മാത്രമുള്ള ഡ്രസ്സ്. അടിപൊളി. ഈ ബിഫോർ സിനിമ ആൻഡ് ആഫ്റ്റർ സിനിമ, ഈ നമ്മൾ എവിടെ ഇറങ്ങിയാലും ക്യാമറ ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. അപ്പം അതുകൊണ്ടൊരു ഡ്രസ്സിങ് കൂടുതൽ ഒരു കോൺഷ്യസ് ആയോ? ഇല്ല. പണ്ടത്തെ പോലെ ഇട്ടിട്ടുണ്ടോന്ന് മാത്രം നോക്കും. പാന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സിബ് ഇട്ടിട്ടുണ്ടോന്ന് മാത്രം നോക്കും. അല്ലാതെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. കാരണം അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അത് കണ്ടാൽ മതി. ഞാനിനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ നേരത്തെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഞാൻ സൈമയ്ക്ക് പോലും കയ്യിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഇവര് വഴക്ക് പറഞ്ഞു. അത് അങ്ങനെയാണ് ഇത് പിടിച്ചത്. ഇപ്പം വാഴയുടെ സക്സസ് സെലിബ്രേഷൻ വന്നപ്പോഴും വേറെ സാധനം എടുക്കും. അല്ലാത്തപ്പം കൂടുതലും ഞാൻ മറ്റേതായിരിക്കും. സിനിമയിൽ വന്നതിന് ശേഷം അതുകൊണ്ടൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് വിളിക്കും. അവിടെ നമ്മള് എന്റെ ഇഷ്ടമല്ലല്ലോ, നമ്മളെ പേയ്മെന്റ് നടത്തി അവര് വിളിക്കുകയാണ്. അപ്പം നമ്മൾ അവരുടെ ഒരു സംഭവം നോക്കണമല്ലോ. അല്ല ഞാനൊരു നിക്കർ ഇട്ടുകൊണ്ട് 3/4 ഇട്ടുകൊണ്ട് കയറി ചെല്ലുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ ഇപ്പം ഞാനിപ്പം ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. വലിയൊരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമ്മളവർ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ അവരോടുകൂടി ഒരു ഇത് വേണമെന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ അങ്ങനെ. സിനിമ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലുക്ക് ഫീൽ ചെയ്തത് എപ്പോഴാണ്? ഞാൻ വിഷയം തന്നെ. അല്ലെങ്കിൽ നമുക്ക് കണ്ണാടി കാണുമ്പം ഇപ്പം നമുക്കൊക്കെ എപ്പോഴും ഓർത്ത് വെക്കുന്ന അന്നിട്ട ഡ്രസ്സ്, പിന്നെ അതുപോലെ നമ്മളെ ഭംഗിയിൽ നമ്മൾ തന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന രോമാഞ്ചത്തിൽ കോസ്റ്റ്യൂം ഇല്ലല്ലോ, കയ്യിൽ മാത്രമേ ഉള്ളൂ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാര് പേരറിയത്ത് പോലും ഇല്ല. അതിനകത്ത് മറ്റേ ഷർട്ട് ഇടാത്ത പയ്യൻ കയ്യിൽ മറ്റേ ഇതെടുത്ത് നടക്കുന്ന കോട്ടിട്ട, അതെനിക്ക് ഭയങ്കര, അത് മറ്റൊന്നും കൊണ്ടൊന്നല്ല, എന്നെ പേഴ്സണലി ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ ഒരു കോസ്റ്റ്യൂമിലൂടെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും എൻ്റെ ഉണ്ട്, എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര എന്റെ പേഴ്സണലി അത് ഭയങ്കര ക്ലോസ് ആണ്. ബെസ്റ്റ് ചിലപ്പം പലതും കാണുമായിരിക്കാം. ഇടുന്ന കോസ്റ്റ്യൂംസ് ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ദാറ്റ് യു ഫീൽ? അതായത് നമ്മളുടെ ഒരു അറ്റയർ സിനിമയിലെ ഉദ്ദേശിച്ചത് കേട്ടോ, സിനിമയിലെ ക്യാരക്ടറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് സിനിമയിൽ അതിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ ഒരു വിഷൻ കാണും, കോസ്റ്റ്യൂം ഡിസൈനറിൻ്റെ ഇത് കാണും. ഈ ക്യാരക്ടർ ഇന്ന ഡിസൈനർ ഇതായിരിക്കണം ഇടേണ്ടത്, ആ ക്യാരക്ടർ വൈസിട്ടുള്ളതായിരിക്കും അവരത് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഏത് പടം എടുത്താലും ഇപ്പം ഞാനിപ്പോൾ ഒരു സ്കൂൾ കാലഘട്ടത്തിനകത്ത് ഒരു യൂണിഫോം ഇടുന്നെങ്കിലും ആ സമയത്ത് എടുക്കുന്ന പാൻ്റ് ആണെങ്കിലും എല്ലാം അത് ആ ഒരു ഡയറക്ടറിൻ്റെയും കോസ്റ്റ്യൂം ഡിസൈനറിൻ്റെ ഒക്കെ ഒരു ക്യാമറാമാൻ്റെ കളർ എല്ലാവരുടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പം അത് എത്രമാത്രം നല്ലതാണോ അതായിരിക്കും അവർ ചൂസ് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേനും മാറും. പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കിന് എനിക്ക് കോൺഫിഡൻറ്റ് തോന്നാത്തൊരു സാധനമാണെങ്കിൽ ഞാനത് ഇടത്തില്ല. അത് ഒഴിവാക്കി എനിക്കിഷ്ടം എന്താണോ അത് ഞാൻ ഇടും. അതിപ്പം നിക്കറെങ്കിൽ നിക്കർ, അതെന്താണെങ്കിലും എനിക്ക് ഓക്കെ ആണെങ്കിൽ അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മനസ്സിലായി. ഒരു കംഫർട്ട് എനിക്ക് ഓക്കെ ആണോ ഞാനത് ഇടും. എപ്പോഴും കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന എന്തെങ്കിലും ഒരു ഫാഷൻ ആക്സസറി ഇല്ല. ഈ തൊപ്പി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ മരണമാസം എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനകത്ത്
മുടി കുറെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തൊപ്പി വെക്കാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ വാച്ച് ഇതുകൊണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഒരു ഇതുണ്ട്, അതായിരിക്കും കൂടുതലായിട്ട്. പക്ഷെ അത് കമ്പൽസറി ആണോ അതോ? ഇല്ല കമ്പൽസറി ഒന്നുമില്ല, ഇല്ലെങ്കിലും പ്രശ്നം. ഞാൻ അങ്ങനൊന്നും നിങ്ങൾക്ക് കറക്റ്റ് ആളെ കിട്ടിയത് ആളെ അതെനിക്ക് അറിയാം, കറക്റ്റ് ആളെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. എനിക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുക, പേഴ്സ് പോലും കൊണ്ട് നടക്കാൻ താല്പര്യമില്ല. കാരണം ചുമ്മാ കൈയും വീശി നടക്കണം, അതൊക്കെയാണ് ആഗ്രഹം. അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഴ്സ് പോലും ഞാൻ വിടാൻ തുടങ്ങിയത് കയ്യിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പോക്കറ്റില്ല, ടീഷർട്ടിനും പോക്കറ്റില്ല. അപ്പൊ ഞാൻ പേഴ്സും ഉപേക്ഷിച്ച്. അപ്പം ഫോൺ മാത്രം ഞാൻ ചിലപ്പോൾ ഇവിടെ അരയിൽ ഇങ്ങനെ വെക്കും, അത്രേ ഉള്ളൂ. ഗതികേട് കൊണ്ട് എനിക്ക് ഇത് ഇടേണ്ടി വന്നു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഇനി സിനിമയിലോ ജീവിതത്തിലോ? അത് പണ്ട് ചെറുപ്പത്തില്, അതായത് കല്യാണമൊക്കെ വരുമ്പം അമ്മമാര് കൊണ്ടുപോയി നമ്മളെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിക്കും. ഒരു തരത്തിലും പൊന്നെ ഇത് മറ്റേ ബുത്തൊക്കെ വെച്ചിട്ടുള്ള മറ്റേ ഷെർവാണിയൊക്കെ. എനിക്ക് ഷെർവാണിയൊന്നും അന്നും പറ്റുന്നില്ല, എനിക്ക് ഇപ്പോഴും പറ്റത്തില്ല. അപ്പം അതൊക്കെ എടുക്കുമ്പോൾ അന്ന് ചെറുപ്പത്തില്ല. അപ്പൊ അന്ന് നമ്മുടെ ആര് കേൾക്കാൻ, നമ്മൾ എത്ര കരഞ്ഞാലും അതിട്ടേ പറ്റൂ. അത് ചെറുപ്പത്തിൽ ഈ അമ്മമാരും അച്ഛനും ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് മുടി വെട്ടിപ്പിക്കുന്നതും കോസ്റ്റ്യൂം ഇടിപ്പിക്കുന്നത് അത് അവരുടെ മാത്രം പരിപാടിയാണ്. നമ്മൾ എന്ത് കരുതെന്ന് പറഞ്ഞാലും പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് മാറ്റമുണ്ട്. ഇപ്പൊ ചില പിള്ളേരൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും. ഇപ്പൊ നമ്മുടെ സ്റ്റൈലിഷ് നടന്ന മാഹിയുടെ മോനെ അവൻ കൊണ്ടു നടക്കുന്ന കാണണം, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഗതികേട് കൊണ്ടിട്ട ചെറുപ്പത്തിലൊക്കെ. ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ഇപ്പം കുറച്ചുകൂടെ നോക്കും വേറെ നടന്മാരൊക്കെ ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ അപ്പോഴത്തെ ട്രെൻഡിനൊക്കെ ഉള്ളത് പോയിട്ട് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അമ്മ ഇതുപോലത്തെ ഒക്കെ സാധനമൊക്കെ എടുത്തു വെക്കും. രാജുവേട്ടനെ പോലെ അല്ല മമ്മൂക്കാനൊക്കെ പോലെ വൺ ഡേ യു ക്യാൻ സ്വിച്ച്, ആ ഒരു ഫാഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും ഒരു ദിവസം അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഇരിക്കും? മമ്മൂക്ക ഉണ്ട്, പിന്നെ രൺവീർ സിംഗിന്റെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഞാൻ അങ്ങനൊന്നും ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ അവര് ചെയ്യുന്ന പോലൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. എനിക്ക് എപ്പോഴും എൻ്റെതായിട്ടുള്ള പരിപാടികൾ കൈലിയെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണം. നമ്മളൊരായിരം തവണ നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈലിയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കൈലിക്കകത്ത് കുറെ പരിപാടികളുണ്ട്, അതൊരു നമ്മുടെ സാധനമാണ്, അത് നമ്മുടെ ഓൺ സാധനം. അതിനൊരു പരിപാടിയുണ്ട്, അത് കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത്. ഇപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് മറ്റേ ഇതെന്തിനാ, പക്ഷെ അതിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അതിനകത്തൊരു സാധനമുണ്ട്, അതിന് ഒരു സ്കോപ്പ് ഉണ്ട്, നമ്മളെ ഇറക്കും അത് വഴിയെന്നല്ലേ. കൊള്ളാം, അതെന്തായാലും ഉഷാറായിട്ട് നടക്കട്ടെ. ഏതെങ്കിലും ഒരു മൂവി ക്യാരക്ടർ കണ്ടിട്ട് അതിൻ്റെ ആ പെർട്ടിക്കുലർ കോസ്റ്റ്യൂം അടിപൊളി എന്നൊക്കെ സ്വയം എനിക്കിടണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളത് ആ കോസ്റ്റ്യൂമിന് വേണം എന്നല്ല ഉദ്ദേശിച്ചത്, കണ്ടിട്ട് നമ്മൾ ഭയങ്കര കല്ലുമാലയിലെ കോസ്റ്റ്യൂം എല്ലാം കണ്ട് ഞാൻ മണ്ടടിച്ചിരുന്നു. കോസ്റ്റ്യൂം തന്നെ മറ്റേ മൊത്തത്തിൽ ബഹളം. പിന്നെ ആവേശത്തിനകത്ത് ഫാസിലിൻ്റെതും അതേപോലെ തന്നെ സജിൻ ഗോപുവിൻ്റെ ഇവരുടെ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു. അതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആ കോസ്റ്റ്യൂമിൽ ഇവർക്ക് വേണ്ടി ചെയ്തൊരു കോസ്റ്റ്യൂം നമുക്ക് തോന്നില്ല. അതാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈനറും ഇതിൽ ചെയ്യുന്നത്, പക്ഷെ നമുക്കത് കാണാൻ നമുക്കൂടെ തൃപ്തി കിട്ടുന്നില്ലേ. അത് ഭയങ്കര എല്ലാവരും അതെ. എത്രത്തോളം ആൾക്കാരെ സിനിമയിലെ ഫാഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് യുവർ വ്യൂ പോയിന്റ്? വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ, പിന്നെ എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത്. ഇപ്പം റീൽസിന്റെ കാലഘട്ടം കൂടെ ആയതുകൊണ്ട് ഇപ്പം എല്ലാവരും അതൊക്കെ തന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു കല്യാണം ഇപ്പൊ ആടിറങ്ങിയപ്പോഴാണ് മറ്റേ കയ്യിൽ തരംഗമാവുന്നു. ഇപ്പൊ ആവേശം വന്നപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് മറ്റേ തരംഗമാവുന്നു. എല്ലാം ഇപ്പം രോമാഞ്ചം ഇറങ്ങിയ സമയത്ത് കോട്ടും കയ്യിൽ കൊടുത്ത് കോളേജുകളിൽ പിള്ളേർ മറ്റേ കോളേജ് ഫെസ്റ്റ് ഉണ്ടല്ലോ, അപ്പം യൂണിഫോം ആയിട്ട് എല്ലാവരും ഇത്രയിലെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് കോളേജ് വരുന്നു. തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്, അതിനകത്ത് ഒരു സംശയമില്ല. സ്വാധീനിക്കട്ടെ, അത്രേ ഉള്ളൂ. സിനിമ സ്വാധീനിക്കുന്നുണ്ടല്ലോ. സിനിമ സ്വാധീനിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് കോസ്റ്റ്യൂമും ഇത് ചെയ്യുമല്ലോ. ഓക്കെ, എന്തെങ്കിലും സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടോ? സ്കിൻ കെയർ റൂട്ടീൻ സത്യം ഞാൻ ഇതൊക്കെ മേടിച്ചു വെക്കും, പക്ഷെ ഇടത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഒക്കെ ഇടണമെന്ന്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇടണം. ഈ സാധനമൊക്കെ ഞാൻ മേടിച്ചു വെക്കും. മേടിച്ചു വെച്ചിട്ട് ആരിത് ഓർക്കാനാ. എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ഈ മറ്റേ ഏതാണ്ടൊക്കെ ഇത് ഒഴിക്കണം, സിറം, ഇതൊക്കെ ഞാനപ്പം ഞാൻ അതൊക്കെ സാധനങ്ങളെങ്കിൽ ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മേടിക്കും. പക്ഷെ മേടിച്ചിട്ട്
എന്നിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കും, താടി ഉള്ളത് കൊണ്ട് ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇതങ്ങനെ സൺസ്ക്രീൻ ഇടയ്ക്കൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടെ പൊള്ളലോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സൺസ്ക്രീൻ മേടിച്ചു വെച്ചിട്ട് അത് 3 ദിവസം ഇട്ടു. അതോടുകൂടി അത് മടക്കി. ഇത് അങ്ങോട്ട് കൊണ്ടുപോകാനെ കൊണ്ടുള്ളൊരു സ്പ്രേ അടിക്കും. അത് പിന്നെ സ്പ്രേ മാത്രം അതിപ്പോ അറിയാലോ മാനേജ് ചെയ്യാനെ കൊണ്ട്. മനസ്സിലായി. അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ എന്താണ് ലാസ്റ്റ് മേടിച്ച സ്കിൻ കെയർ പ്രോഡക്റ്റ്? എനിക്കൊന്നൊരു ഷാമ്പു ആണെന്ന് തോന്നുന്നു. സ്കിൻ കെയർ അല്ല, ഹെയർ കെയറിന് വേണ്ടി അതാണ്. അതെന്ത് തലേന്ന്. ഓക്കെ. ജിമ്മിൽ പോവാറുണ്ടോ? വാഴയ്ക്ക് മുമ്പ് ഒന്ന് പോയായിരുന്നു. അതാ മറ്റേ നമ്മുടെ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട്. അത് എനിക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരിടത്തായിരിക്കും. അതുകൊണ്ട് എനിക്ക് 1 മാസം അങ്ങനെ നിൽക്കാനുള്ള ഒരു സമയം ഇതില്ല. അപ്പൊ അതുകൊണ്ട് ജിമ്മിൽ ഇപ്പൊ പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊക്കെ ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ട് അടുത്ത പടത്തിന് വേണ്ടിയിട്ടൊന്ന് ആദ്യം എല്ലാവരും ഷുഗറും കട്ട് ചെയ്യുവാണ്. എന്നിട്ട് 1 കിലോ പഴവും മാങ്ങയും കഴിക്കുന്നത്. ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ട് നേരെ പോയി കരിമ്പിൻ ജ്യൂസ് കുടിക്കും. അത് ഫൈബർ ആണല്ലോ. ഇതാണല്ലോ. അതെ, മികച്ച തീരുമാനം. ഒരു ഇവന്റിന് പോകുമ്പോൾ എന്താണ് കൂടുതൽ സ്കെയർ ചെയ്യുക? അതായത് ആൾക്കാരെ അഡ്രസ് ചെയ്യുക, ക്രൗഡാണോ കോസ്റ്റ്യൂം ആണോ? ക്രൗഡിനെയാണ്. ഞാൻ എന്ത് കോസ്റ്റ്യൂം ഇട്ടിട്ട് പോയാലും അവിടെ നിന്ന് വേറെ വല്ലതും വളവളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, എയറിലാവുമല്ലോ നമ്മള്. അപ്പം പിന്നെ എനിക്കെപ്പോഴും ഓഡിയൻസിനെ മാത്രമേ ഇടൂ. പിന്നെ കോൺഫിഡൻസ് തരിക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. കോസ്റ്റ്യൂം ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കൊള്ളാം എല്ലാവരും. പക്ഷെ എപ്പോഴും ഞാൻ ക്രൗഡിനെയാണ് നമ്മള് അതാണ് ക്രൗഡിനെ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും. കോസ്റ്റ്യൂം ഇട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടും. അതൊരു സാധനമാണ്. പക്ഷേ ക്രൗഡിനോട് സംസാരിക്കാനോട് നമുക്കൊരു ഇത് വേണം. എന്തെങ്കിലും സെൽഫായിട്ടൊരു ഫാഷൻ അപ്ഗ്രേഡേഷനോ അല്ലെങ്കിൽ സ്കിൻ റൂട്ടീനോ ഇനി എനിക്ക് ചെയ്യണം, അല്ലെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും എനിക്ക് എപ്പോഴും തോന്നും ആഗ്രഹങ്ങൾ പറയൂ? എപ്പോഴും തോന്നും മറ്റേ സ്വന്തം മുട്ടയുടെ വെള്ളം എടുത്ത് തലയിൽ തേക്കുക, അങ്ങനൊക്കെ കേൾക്കും. ഇതൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യും തരും. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഹോട്ടൽ റൂമിലൊക്കെ ആയിരിക്കും, അവിടെ ഈ മുട്ടയൊക്കെ തല്ലി പൊട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അമ്മയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ഇപ്പൊ ചെമ്പരത്തി പൂവും അതൊക്കെ വെച്ചിട്ട് തലയിലൊക്കെ ഇടാനുള്ള സാധനമൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് തരും. അതൊക്കെ പക്ഷേ നമ്മള് ഷൂട്ടാകുമ്പോൾ പലയിടത്താണല്ലോ. അത് അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ മുട്ട അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഏതാണ്ട് ഒഴിച്ച് പതപ്പിച്ചിട്ട് എന്തോ തലയിലൊക്കെ. അതെ, നമ്മുടെ ഹെയർ കെയർ റൂട്ടീനാണത്, വിഷയമാണത്. അങ്ങനെ ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ സമയം കിട്ടാറില്ല എന്നുള്ളത്. ഓക്കെ, അടിപൊളി. സോ അഗൈൻ മടിയാണ്, ബേസിക്കലി മടിയാണ് അൾട്ടിമേറ്റ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണല്ലോ. സിനിമയിൽ നിന്ന് ഇപ്പം ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ടാവില്ലേ? എന്താണ് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ഗുഡ് തിങ് ദാറ്റ് യു ഗോട്ട് ഫ്രം മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? സിനിമയിൽ നിന്ന് കിട്ടിയതല്ലല്ലോ അത്, സിനിമ നമ്മുടെ ആഗ്രഹമായിരുന്നല്ലോ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഇപ്പം ഒരു ലൈം ലൈറ്റോ ഫ്രണ്ട്ഷിപ്പോ? ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അതിപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ മീഡിയ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീഡിയ ഫ്രണ്ട്സ് കാണും. ആ സിനിമ വർക്ക് ചെയ്യുമ്പോൾ സിനിമയിലെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് കാണും. അപ്പം എന്താണ് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ എന്താണ്? നമ്മളെ ഒരുപാട് പേരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് കാണാത്തവര് നമ്മുടെ പടം കണ്ടിട്ട് മാത്രം, എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ പോലും മനസ്സിലാകാതെ ഇത് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരുണ്ടല്ലോ. ഒരു ബന്ധമില്ലാതെ നമ്മളെ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി വലിയ പാരഗ്രാഫുകളൊക്കെ എഴുതി അവരുടെ മക്കള് നമ്മളെ ഇഷ്ടമാണെന്ന് അവരുടെ വീഡിയോസൊക്കെ അയച്ചു തരിക. അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊന്നും ഭയങ്കര, നമ്മളെ അറിയാതെ നമ്മുടെ മാത്രം ഒരു ക്യാരക്ടർ കണ്ടിട്ട് അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇങ്ങനെ സിനിമയെന്നുള്ള ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട മേഖലയാണ്, അവിടെ എത്തുമ്പോൾ നമുക്ക് അല്ലെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഫാമിലി ഇവരുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ പണ്ട് സിനിമ ഇല്ല അങ്ങനെ നടന്നിട്ട് അതിലെത്തുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ആൻഡ് ലാസ്റ്റ് വൺസ് അഗൈൻ കമ്മിങ് ബാക്ക് ടു പരാക്രമം, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ, ലൈക്ക് എന്തുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വി വോണ്ട് ടു വാച്ച് ദാറ്റ് മൂവി? പരാക്രമം അതിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ട്. ഫാമിലി, അച്ഛൻ, മകൻ, അമ്മ, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതൊരു കംപ്ലീറ്റ് ഒരു ഫുൾ കോമഡി ഒന്നും അല്ല. ആരുടെ പരാക്രമമാണ് ഇതിന്റെ അകത്ത് മൊത്തം? നായകന്റെ പരാക്രമമാണ്. അതിനകത്ത് നമ്മളെല്ലാരും ഭാഗങ്ങളാണ്. അതാണ് ഒരിക്കലും ഇതൊരു ഫുൾ ക്യാമ്പസ് ഓടെ ഒന്നും അല്ല. ഒരു ഫാമിലിയെ പറ്റി സംസാരിക്കുന്നുണ്ട്, ചില ഇമോഷൻസുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. മിക്സ് ഓഫ് എ മൂവിയാണ്. എന്താണ്, ഒരു ജോണർ കോമഡി ആണോ? അങ്ങനെയും പറയാം. അതെ,
ഓക്കെ. ആൻഡ് അതിൽ സിജുവിന്റെ ഒരു ക്യാരക്ടറിനെ പറ്റി ഞാൻ ദേവിന്റെ ഫ്രണ്ടാണ്. ഓക്കെ. ദേവിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഗൈഡ് അതേപോലൊക്കെ നിൽക്കുന്നൊരു. പക്ഷേ ഇപ്പോൾ ഞാനും കുറച്ച് പരിപാടികളൊക്കെ അതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് വരട്ടെ, ഉഷാറാവട്ടെ. അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ്? അപ്കമിങ് പരാക്രമം കഴിഞ്ഞാൽ റിലീസ് കഴിയുകയാണ്. ഓക്കെ. ഇനിയും മരണമാസമാണ് ഇനിയും വരാനുള്ളത്. ഓക്കെ. പിന്നെ മരണമാസം ഷൂട്ട് ഇപ്പോൾ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന പരിപാടികൾ. ഓക്കെ. എന്തായാലും ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, അതെല്ലാം കാണാൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ഞങ്ങളുടെയൊക്കെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. ആൻഡ് മെൻ ഇൻ ഫാഷനിൽ ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളി, ഒരു ഫാഷനും ഇല്ലാത്തരത്തിനെ വിളിച്ചിട്ട് പറ്റിയ സ്ഥലത്ത് എത്തിക്കുന്നത്. പക്ഷേ ബട്ട് നമുക്ക് ഇതായിരുന്നു വേണ്ടത്, ഇതെല്ലാം നമുക്കൊരു മറ്റൊരു വലിയ ഫാഷൻ എന്റെ ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത് അശ്വതി ചേച്ചി, റാസി, മാഹി, ഇവര് 3 പേരുമാണ് എന്റെ ഫാഷൻ ഡിസൈൻ ചെയ്യുന്നവരൊക്കെ. ഓക്കെ, കൂടുതലും പ്രിന്റ്സ് അല്ലേ ഇടുന്നത്? പ്രിന്റ്സ് ആണ്. അത് ഞാൻ ക്യാപ്ഷൻ പറഞ്ഞു കൊടുക്കും. അത് അശ്വതി ചേച്ചി കോസ്റ്റ്യൂം ആക്കും. പിന്നെ അത് സ്റ്റൈലിഷ് ആക്കുന്നത് മാഹിയും റാസിയാണ്. എന്തൊക്കെ കട്ട് ചെയ്താലും ഇത് കട്ട് ചെയ്യില്ല, കാരണം അവരാണ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര വിശേഷങ്ങൾ പറഞ്ഞതിന്. പരാക്രമം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ, മറ്റു സിനിമകളൊക്കെ പോലെ തന്നെ. നിങ്ങൾ തൊടുന്നെല്ലാം പൊന്നാവുന്നുണ്ട് എന്നൊരു അതിശക്തി കേൾക്കുന്നുണ്ടല്ലോ. അതങ്ങനല്ലല്ലോ, നമ്മൾ ഒരിക്കലും ഇതൊരു പൊട്ടണമെന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ചെയ്യാറില്ലല്ലോ. ഇത് നന്നാവണമെന്നുള്ള രീതിയിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് ലക്കി സ്റ്റാർ അങ്ങനൊന്നുമില്ല, ഇത് ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ലക്കൊക്കെ ഒരു പ്രാവശ്യം സംഭവിക്കും, എത്ര പ്രാവശ്യം സംഭവിക്കാണ്. അതെ അതെ, സത്യം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മെൻ ഇൻ ഫാഷന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇത്രയും കളറാക്കി തന്നതിന്. താങ്ക് യു സോ മച്ച്. ലവ്ലി മീറ്റിംഗ് യു.